ഹായ് ഫ്രണ്ട്സ്, കല്ലറിക്കൽ ഫൗണ്ടേഷന്റെ ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്ന സന്ദേശവുമായുള്ള സ്പോർട്സ് മാർഷിന്റെ വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോ ഇന്നെത്തിയിരിക്കുന്നത് FC കുട്ടനെല്ലൂർ. അപ്പൊ ഈ കുട്ടനെല്ലൂരിലെ കുട്ടികൾ വേൾഡ് കപ്പ് കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആണെന്ന് നമുക്ക് നോക്കണ്ടേ? ഹലോ FC കുട്ടനെല്ലൂർ, all are excited? Really excited? എൻ്റെ പേര് ടിറ്റോ വർഗീസ് അക്കര. ഞാൻ FC കുട്ടല്ലൂർ ക്ലബ്ബ് അഥവാ ഫുട്ബോൾ ക്ലബ് കുട്ടല്ലൂരിൻ്റെ ചീഫ് പേട്രനാണ്. നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ സ്ഥാപിതമായിട്ട് 10 വർഷം തന്നെയാണ്. 2016 ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കൊച്ചുമക്കളുടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഉന്നമനത്തിനും കായികക്ഷമത പരിപോഷിപ്പിക്കുന്നതിനും അവരുടെ ഫുട്ബോളിൽ ഊന്നി ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും രാജ്യാന്തര തലത്തിലും അവരെ നല്ല മികച്ച ഫുട്ബോൾ കളിക്കാരായി വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2016 FC കുട്ടല്ലൂർ സ്ഥാപിച്ചത്. നമ്മുടെ ഈ യാത്രയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം. അത് നമ്മൾ ഇന്നത്തെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലഹരിയാണ്. അത് ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്നത് നമ്മുടെ യുവാക്കളുടെ യുവതികളുടെ ബാലിക ബാലന്മാരുടെ യൗവനങ്ങളെയാണ്. അപ്പൊ അതിൽ നിന്നൊരു വിടുതൽ നേടുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ ലഹരിയിലൂടെ പാതയിലൂടെ നടത്താതെ ഫുട്ബോളിന്റെ പാതയിലൂടെ നടത്തി അവരെ വഴികാട്ടി നല്ല കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇനി മുതൽ തുടരുക തന്നെ ചെയ്യും. ഞാൻ ലൈസൻസ് കോച്ചാണ്, ചീഫ് കോച്ചാണ്. ഒരു 10 കൊല്ലത്തിന് മേലെ നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബോയ്സും ഗേൾസും ചെയ്തത്. അപ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് അക്കാദമീസ് ഉള്ളൂ ഗേൾസ് ചെയ്തത്. അതിലൊരു അക്കാദമി നമ്മുടെ കുട്ടല്ലൂരാണ്. എല്ലാ കൊല്ലവും നമ്മളവിടെ ഒരു 3-4 പേരെങ്കിലും കേരളത്തിന് വേണ്ടി നമ്മൾ പങ്കെടുക്കും. ഒരു 10-25 പേര് നമുക്ക് ജില്ലയ്ക്ക് വേണ്ടി പങ്കെടുക്കും. നമുക്ക് ഗ്രാസ് ലെവൽ 5 വയസ്സ് മുതൽ നമുക്കൊരു സീനിയർ കാറ്റഗറി വരെ ഇവിടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ജയിച്ച ആ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണ്? ലാസ്റ്റ് നമ്മൾ റിലയൻസ് ഇവിടെ നമ്മൾ റണ്ണേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. റിലയൻസ് എറണാകുളത്ത് വെച്ചുള്ള കളിയിലായിരുന്നു നമ്മൾ റണ്ണേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോച്ചിന്റെ ആ ഒരു ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീം ഏതാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്? എല്ലാ ടീമും ഇഷ്ടപ്പെട്ട ടീമാണ്. നമുക്കൊരു ഇൻഡിവിജ്വൽ ഒരു ടീമിനെ നമ്മൾ എപ്പോഴും പറയില്ല. കാരണം എല്ലാ ടീമും നമ്മൾ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാ ടീമിനും ഒരുപോലെ നമ്മൾ കളിയാണ്. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരുണ്ടാവില്ലേ? ഇല്ല, എല്ലാ പ്ലേയേഴ്സും നമ്മൾ സ്നേഹിക്കാറ്. ഒരു കള്ളം പറഞ്ഞാലും 2 നുണ പറയാൻ പാടില്ലെന്നാണ്. ഇല്ല, എല്ലാ പ്ലേയേഴ്സും നമ്മൾ ഒരുപാട് സ്നേഹിക്കും. എല്ലാവർക്കും അതിൻ്റെതായ ക്വാളിറ്റീസ് ഉണ്ടല്ലോ. എൻ്റെ പേര് തമിന. എനിക്കൊരു അടിപൊളി ക്ലബ്ബായിട്ട് തോന്നിയൊരു ക്ലബ്ബാണ് FC കുട്ടല്ലൂർ. ഞാനിവിടെ കുറേ ടൂർണമെൻറ്റുകൾ കളിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ. ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആയാലും ഭയങ്കര അടിപൊളി പ്ലേയേഴ്സാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്താ പറയുക, എൻ്റെ വേൾഡ് കപ്പിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ടീം പോർച്ചുഗൽ. പിന്നെ ഇഷ്ടപ്പെട്ട താരം ഓഫ് കോഴ്സ് ക്രിസ്ത്യാനോ. തമിന ഏതൊക്കെ ലെവൽ വരെ കളിച്ചിട്ടുണ്ട്? ഞാൻ നാഷണൽസ് കളിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 2025 ഞാൻ ഇന്റർനാഷണൽ ഏഷ്യൻ കപ്പ്. ഓക്കെ, കല്ലറിക്കൽ ഫൗണ്ടേഷൻ ഒരു ലഹരിമുക്ത ബാല്യം ലഹരിമുക്ത ഭാരതം കളിക്കളമാണ് ലഹരി എന്നുള്ളൊരു സന്ദേശവുമായിട്ടുള്ള യാത്രയിലാണ്. കല്ലറിക്കൽ ഫൗണ്ടേഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടേക്കണേ? ഇന്റർവ്യൂ എടുത്ത് മാത്രമേ ഉള്ളൂ? അല്ലാണ്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ പിള്ളേർക്കായാലും ഓരോ അവാർഡുകളായാലും അതൊക്കെ. തമിനയ്ക്ക് കിട്ടിയായിരുന്നു അവാർഡ്? അത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റൈസിംഗ് സ്റ്റാർ അവാർഡ് നേടിയ കുട്ടിയാണ് ഫാത്തിമ. അപ്പോൾ തമിന ഫാത്തിമയ്ക്ക് വേണ്ടി നല്ലൊരു ഫ്ലാഗ് ഒന്ന് വീശിക്കുക എല്ലാവരും. എൻ്റെ പേര് അനുഷ MS. ഞാൻ FC കുട്ടല്ലൂർ കളിക്കുന്ന പ്ലെയറാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് തൊട്ടേ ഉണ്ട്. എനിക്ക് നല്ല ഈ ക്ലബ്ബിൽ നിന്നിട്ട് എനിക്ക് കുറേ കളിക്കാനൊക്കെ നല്ല അവസരം കിട്ടി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് എന്ന് പറയുന്നത് ബ്രസീലാണ്. ഇഷ്ടപ്പെട്ട പ്ലെയർ നെയ്മറാണ്. പിന്നെ ഇവിടെ കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ നാഷണൽസിന് വേണ്ടി കളിച്ചു. പിന്നെ സ്റ്റേറ്റ് കളിച്ചിട്ടുണ്ട്. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ, താങ്ക് യു.